ഒരു വിഷമം കനകന് അസുഖം വല്ലതും? അപ്പൊ അച്ഛനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്തു പറ്റി? അതിയാന് വീണ്ടും ഭ്രാന്ത് പിടിച്ചു. കർത്താവെ ചതിച്ചോ? കർത്താവല്ല ചതിച്ചത്, കൂട്ടുകാരാ. കുറച്ചു നാള് വരെ കുഴപ്പമില്ലായിരുന്നു, ദേ പിന്നെ വീണ്ടും തുടങ്ങി. ഗ്രേസി, നീ ഒന്ന് തെളിച്ചു പറ. ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞാ എനിക്ക് ഭ്രാന്താവും. ഇത് ആ പ്രാന്തല്ല അച്ചോ, സിനിമാ പ്രാന്ത്. അതാണോ കാര്യം? നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഗ്രേസി. എന്റെ അച്ചോ, ഈ പ്രാന്തിന് മാത്രം ചികിത്സയില്ല. കിടപ്പാടം പോയി കടത്തിന്റെ കിടന്നാ പോലും ഇത് മാറാൻ പോണില്ല. നീ ഒന്ന് സമാധാനപ്പെടു ഗ്രേസി. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. അച്ഛൻ അങ്ങനെ വെറുതെ സംസാരിച്ചാ പോരാ, കാര്യമായിട്ട് തന്നെ സംസാരിക്കണം. അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. അപ്പോ ഗ്രേസി സിനിമയൊന്നും കാണാറില്ലേ? ഉണ്ടച്ചോ, ടിവിയിൽ വരുന്ന എല്ലാ സിനിമയും കാണാറുണ്ട്. അതും ആരെങ്കിലും ഒക്കെ അഭിനയിക്കുന്നത് അല്ലേ ഗ്രേസി? കനകനും അഭിനയിക്കാൻ ആഗ്രഹം കാണില്ലേ? അവനും കുറെ കാലം അതിന്റെ പിന്നാലെ നടന്നല്ലേ? അച്ചോ, ഇപ്പൊ മലയാള സിനിമയിൽ ആരും പുതിയതായിട്ട് എടുക്കണില്ല. അതെന്താ ഗ്രേസി? ചാൻസ് ഇല്ല അച്ചോ. നടന്മാരുടെ മക്കളും ചെറുമക്കളും ഡ്രൈവർമാരും വീട്ടുജോലിക്കാരും ഒക്കെ അഭിനയിക്കാൻ തുടങ്ങിയില്ലേ? മാത്രല്ല അച്ചോ, സംവിധായകരും തിരക്കഥാകൃത്തും എന്തിനു പറയുന്നു, ക്യാമറമാൻ വരെ അഭിനയിക്കാൻ തുടങ്ങിയില്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. അതിന്റെ ഇടയിൽ ചെന്ന് ഈ അച്ചായൻ എന്നാ ചെയ്യാനാ? സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിഡി ഇറങ്ങുന്ന കാലോ. അതുകൊണ്ട് അച്ഛൻ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. അത് ഞാൻ ഏറ്റു. നീ ധൈര്യമായി പൊയ്ക്കോ. അല്ല, ഇന്ന് മടക്കയാത്രയുണ്ടോ? ഇല്ല അച്ചോ, ഇന്ന് തറവാട്ടിൽ ചെന്ന് നാളെ മടങ്ങും. കനകനോട് എന്നെ വന്ന് കാണാൻ പറയണം. ഞാൻ സംസാരിക്കാം അയാളോട്. അയാൾ അവിടെ ഉണ്ടോ? ഉണ്ടച്ചോ, ഇന്ന് അച്ചായനെ കാണാൻ ഏതോ സിനിമാക്കാര് വരുന്നുണ്ട്. സാത്താൻ ഏത് രൂപത്തിലും വരും. ആരാ? ഇനി സാത്താൻ എങ്ങാനായിരിക്കുമോ? ഞാനാച്ചോ, മുട്ടിക്കൊണ്ടിരുന്നാ തുറക്കപ്പെടുന്നല്ലേ അച്ചോ? ആരാടോ? ഞാനാച്ചോ, കനകൻ. എടാ കള്ളത്തമ്മടി അടിച്ചിട്ട് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ എന്നെ തിരക്കിന്ന് ഗ്രേസി പറഞ്ഞു. ആ, തിരക്കിയിരുന്നു. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? പണ്ടത്തെ പോലെ കളിച്ചു നടക്കാനാണോ നിന്റെ പ്ലാൻ? അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സമ്മതിച്ചു തരില്ല. ഞാനൊന്ന് പറയട്ടെ അച്ചോ. വേണ്ട, നീ ഒന്നും പറയണ്ട. എടാ, നിനക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. മാത്രല്ല നിന്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. നല്ല കയ്പുള്ള അനുഭവങ്ങൾ. ഒരിക്കൽ പെരുവഴിയിലായതല്ലേ? നിങ്ങൾ തോളുരുമി നടന്ന 3 കൂട്ടുകാർ 3 വഴിക്കായില്ലേ? ഒരുത്തൻ കുറെ കാശു അടിച്ചോണ്ട് പോയി. കഴിഞ്ഞു? ഇല്ല, പകുതിയായിട്ടേ ഉള്ളൂ. എന്താ നിനക്ക് വേണം? വെള്ളമല്ല അച്ചോ, ഉപദേശം കഴിഞ്ഞോന്ന്. അത് ശരി. ഇവിടെ ഇരിക്കെ. ഇന്നത്തോടെ നിന്റെ സിനിമാപ്രാന്ത് ഞാൻ തീർക്കും. തീർത്തിട്ട് ഞാൻ വിടൂ. അച്ചോ, എന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹ സിനിമ. ഞാൻ ഗ്രേസിയെ കെട്ടുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹം അച്ചോ. അതവൾക്ക് നന്നായിട്ടാണ്. ആയിക്കോ, അഭിനയമോ സംവിധാനമോ എന്ത് വേണേലും. പക്ഷെ ഇത് കാശ് മുടക്കിയുള്ള കളിയല്ലയോ? അച്ഛന് സിനിമയെ കുറിച്ചൊന്നും അറിയാൻ പാടില്ലാത്തോണ്ട് എങ്ങനെയൊക്കെ പറയണേ. ആർക്ക്? എനിക്കോ? കനക, എന്നെ കുറിച്ച് തനിക്ക് വല്ല കുന്തോ അറിയോ? അതൊക്കെ വേണോ അച്ചോ? എല്ലാം വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഫാദറിനെ കുറച്ച് വീഞ്ഞുകൊണ്ടുവരുന്നുണ്ട്, എടുക്കട്ടെ? അച്ചോ, 2 ഗ്ലാസ് എടുത്തേ. എന്താടോ, 2 വേണം, 1 പോരെ? ഓ, അപ്പൊ അച്ഛന് വേണ്ടേ? അല്ല, എനിക്ക് മാത്രം പോരെ? ഓ, അങ്ങനെ സിനിമ വിറ്റ്. അങ്ങനെ. അച്ചോ, കുറിക്കാനൊന്നുമില്ലേ? കുറിക്കാൻ പേനും പേപ്പറാ മേശപ്പുറത്തുണ്ട്, അതെടുത്തോ. അച്ചോ, കുറിക്കാനല്ല, കുറിക്കാൻ. ഇങ്ങനെ ഇപ്പൊ വന്നു. സിനിമ പിടിക്കാൻ സമ്മതിക്കൂലല്ലേ? ശരിയാക്കി തരാം.
ആ അണ്ടിപ്പരിപ്പാ, ഇതൊക്കെയാണല്ലോ അച്ഛൻ കഴിക്കണേ. ചുമ്മാതല്ല. പോവടാ. എന്നതാണ് അതിനൊരു ചോവ? നല്ല ഒന്നാം തരം മുന്തിരിയിട്ടുണ്ടാക്കിയതാ. ആന്നോ? എന്നാ കുഴപ്പമില്ല. ഇപ്പൊ ചോവ മാറിയോ ഫാദർ? മാറി വരുന്നുണ്ട്. അച്ചോ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. ഓ, പഴയതുപോലെ തുടങ്ങി ലഹള. ആ സാധനത്തിന് അവിടെ നിന്നല്ലേ കൊണ്ടുവന്നത്. അപ്പോഴേ പറഞ്ഞു വേണ്ട വേണ്ട. സാറേ സാറേ, ഡയറക്ടർ കാർത്തി സാറിന്റെ ഇവിടെ അല്ലേ ഇത്? ഞാനാണ് കാർത്തികേ. ആ അയ്യോ, വീട്ടിൽ കഞ്ഞിക്ക് വകയില്ല, എന്നിട്ട് സിനിമ പിടിക്കാൻ നടക്കുക. നാറി. അയ്യോ, അന്നേ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. വാ സരസ, വാ. ഓ, എന്ത് പറ്റി സാറേ? പറ്റിയതൊന്നും പറയണ്ട, ഇത് സ്ഥിരമുള്ളതാ. ആ പിന്നെ പോയ കാര്യം എന്തായി? എല്ലാം ശരിയായിട്ടുണ്ട്. പ്രൊഡ്യൂസർ 25 ലക്ഷം രൂപ മുടക്കും. അതുകൊണ്ട് തീരില്ലല്ലോ. ബാക്കി ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ഞാൻ കറക്കിയിട്ട് തരാം. ഞാൻ ഒന്നുകൂടെ പ്രൊഡ്യൂസറെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. സാറിന്റെ ഫണ്ട് സാറ് ക്ലിയർ ആക്കണം. പ്രൊഡ്യൂസർ ഒന്ന് കാണണ്ടേ? ആ. കാര്യങ്ങളൊക്കെ ആലോചിച്ചൊന്ന് സംസാരിക്കണ്ടേ? പിന്നെന്താ, സാറിന്റെ സൗകര്യം പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൗകര്യക്കുറവൊന്നുമില്ല. സിറ്റിയിൽ ഒരു റൂം എടുക്കാൻ പറ. ഈ ആഴ്ച തന്നെ സിറ്റി റൂം എടുക്കാൻ ഞാൻ സാറിനോട് പറയാം. ശരി, എന്നാ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. സാറേ ഞാൻ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എല്ലാം ഓക്കെ ആക്കിയിട്ടൊന്ന് വിളി. ആ ശരി ഓക്കെ. സാറേ. അയ്യോ, ഈ പിശാചി ഇനി മലയിടത്തോട്ട് അടിച്ചു തരുമോ? അയ്യോ, നിക്കടെ അവിടെ. നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ടടി. ഓടി ഇവിടെ. എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാമെന്ന് കരുതിയില്ലേ? വീട്ടിലടി. ഓടി ഇങ്ങോട്ടാ വരാൻ. അയ്യോ ഈശോയെ, ഞാൻ നിലത്ത് മെത്തയിടാൻ മറന്നുപോയല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഇന്നെന്താ വീഴാൻ ഇത്ര വൈകിയെന്ന് വിചാരിച്ചതേളൂ. മനഃപൂർവ്വം അല്ലല്ലോ അനി, സ്വപ്നത്തിലല്ലേ. അല്ല, ആരായിരുന്നു ഇന്നത്തെ നായിക? ഇവളാണെന്ന് പറയാം, ഇല്ലേ പണി കിട്ടും. സത്യമായിട്ട് നീയായിരുന്നു? ഓ പിന്നെ, തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. സ്വപ്നത്തിൽ കൊഞ്ചാൻ വരണം. വന്ന് ഓഫീസിൽ പോവാൻ നോക്ക് മനുഷ്യ. അമ്മേ എനിക്ക് പോകാൻ സമയമായി. അച്ഛൻ വീണ നോക്കി നിൽക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. അച്ഛൻ വീണടാ. ഓ, ഇതെന്നും ഉള്ളതല്ലേ. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ മഹാന്മാര് പറയും. എന്നാലേ നിങ്ങളുടെ ജാതി മതം നോക്കി സർട്ടിഫിക്കറ്റ് തരാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരട്ടപ്പേരെന്താ? എല്ലാരും കാവർക്കി വിളിക്കുന്നത് കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ ചോദിച്ചത് അതല്ല, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ശിവശങ്കരപിള്ള. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അത് അമ്മയും മോനും കൂടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അച്ഛന്റെ പേര്, ജാതി, മതം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നേരാമണ്ണം ഞങ്ങളെ കണ്ട നേരത്തും കാലത്തും വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ അച്ഛന്റെ പേരും അയാളുടെ തണ്ട പേരും ഒക്കെ ഞങ്ങൾ മാറ്റും. പിന്നെ ഇവിടെ വന്നു പോകുന്നത് ഒരു പോക്ക് വരവായിട്ട് മാറും. ഇതെന്ത് 200 രൂപയോ? ഇത് പറ്റില്ല. സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ്. അല്ല, അപ്പുറത്തിരിക്കുന്ന ഓഫീസറെ കണ്ടോ? മൂപ്പര് ഭയങ്കര സീരിയസാ. ഒന്നും നേരിട്ട് മേടിക്കുകയില്ല, ഒക്കെ ഞാൻ മുഖേനയാണ്. ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്ക, ഒക്കെ ഞാൻ റെഡിയായി കൊണ്ടുവരാം. ഓക്കെ, താങ്ക്സ്.
നമസ്കാരം സാർ. എന്താവാൻ 200 രൂപയേ ഉള്ളൂ. അത്താഴ പണിക്കാരനാ. ഇതൊന്നും വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ സാർ. അങ്ങോട്ട് ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. എവിടെ? ലീവ് വേണമെന്ന് ഞാൻ 5 പ്രാവശ്യം പറഞ്ഞായിരുന്നു. ലീവ് തരാൻ പറ്റില്ലെന്ന് 5 പ്രാവശ്യം ഞാനും പറഞ്ഞത്. ആന്റണി ചെല്ല്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം അല്ലേ? എന്തിനി ലീവ് വയ്ക്കാൻ. അപ്പോഴും എനിക്കിതേ പറയാനുള്ളൂ. രമണി ലീവാണ്, ഇന്ന് പോവാൻ പറ്റില്ല. എനിക്ക് ഈ ഫയലുകളൊക്കെ നോക്കണം. ആന്റണി ചെല്ല്. നടനെ വളർത്താൻ സമ്മതിക്കാത്ത ദുഷ്ടനായ ഓഫീസർ. ഇവന് കീറുവല്ലോ.